അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അല്പം വൈകി പോയി, ഒരു ക്ഷമാപണത്തോടെ തുടങ്ങുകയാണ്. ഇതറിയാമല്ലോ, എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന് ജനുവരി 26 നമ്മുടെ ഭാരതത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ്. എല്ലാവർക്കും ആദ്യം റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ നൂറിനാട് സ്വദേശിയാണ്. നമ്മുടെ വളരെ സന്തോഷാചാരിയായിട്ടുള്ള ശ്രീ സിനിമാ സംവിധായകനൊക്കെയായ ശ്രീ നൂറിനാട് രാമേന്ദ്ര സാറിന്റെ അമ്മായിയാണ്. സാർ നമ്മുടെ ഒരു ഭാഗമാണ്. ദീർഘകാലമായി വളരെ സൗഹൃദവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ്. ശരിക്കും പ്രമുഖനായ വളരെ സർഗസമ്മതനായ ഒരു സിനിമാ സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയാണ്. അപ്പം അമ്മയുടെ ഭർത്താവ് ശ്രീമാൻ ഭാസ്കരൻ നായർ സാർ അവരുടെ 13ാം ഓർമ്മ ചരമവാർഷിക ദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കാൻ പ്രാർത്ഥിക്കണം. അവയോടൊപ്പം അദ്ദേഹത്തിന്റെ മരുമകൻ ശ്രീ ബുദ്ധൂർ സ്വദേശി ശ്രീ രഘുനാഥൻ സാർ വന്നിട്ടുണ്ട്. അവരെ എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ടും ആ കുടുംബത്തിന് നമ്മുടെ ഷർണാലയ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ നന്ദിയും കടപ്പാട് അർപ്പിച്ചുകൊണ്ടും നമുക്ക് അന്നാനത്തിലേക്ക് കടക്കാനും ഒരു വാക്ക് നമ്മൾ ഷർണാലയം എന്ന് പറഞ്ഞാൽ ഏതാനും വ്യക്തികൾ ചേർന്ന് മാവേലിക്കരയിൽ 2020 ആരംഭിച്ച 2019 ആരംഭിച്ച ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമാണ്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള ശ്രീമാൻ കെ പി സുനിൽകുമാർ സാറാണ് അതിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ്. അത് അതിൻ്റെ ഒരു സെക്രട്ടറി ഞാനാണ്. എൻ്റെ സഹോദരമണി ശോഭകുമാരി മറ്റൊരു ട്രസ്റ്റിയാണ്. പിന്നെ ശ്രീ വിഷ്ണു പിന്നെ മറ്റൊരു ട്രസ്റ്റി കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ഊർജ്ജസ്വലരായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ശ്രീ യൂസഫ് ഇക്കേടിൻ രാജേഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്കൊരു 9 അംഗ സംഘമുണ്ട്. യൂസഫിക്ക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങളും ഞായറാഴ്ച കൂടിയാണ് പല ആവശ്യങ്ങളും പാടിച്ച് അവരൊക്കെ ജോലി സ്ഥലത്തും മറ്റുമാണ്. പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഡോക്ടറുടെ വീട്ടിലെത്തിച്ചേർന്നുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരിക്കൽ കൂടി നമ്മുടെ സരസ്വതമ്മയുടെ കുടുംബത്തിൽ നമ്മുടെ നന്ദിയും കടപ്പാടും ഒക്കെ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തിക്കായി ജ്യോതിഷരോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ചടങ്ങ് നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.